അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൻ ലിൽ ആലമീൻ വബഅദ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതവും മരണവുമെല്ലാം സൃഷ്ടിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണെന്ന് അറിയാൻ വേണ്ടി എന്ന്. ഒരു അറബി കവി പാടി വെക്കുന്നുണ്ട്, നമ്മൾ മനുഷ്യർ പലപ്പോഴും കൽ ഈസിഫൽ ബൈദാഇ യഖ്തുലുഹൽ ളമഅ വൽ മാഉ ഫൗക ളുഹൂരിഹാ മഹ്മൂലു എന്ന്. പലപ്പോഴും നമ്മളെല്ലാവരും ഒട്ടകങ്ങളെപ്പോലെയാണ്. ആ ഒട്ടകം മരിക്കാൻ അടുത്തിട്ടുണ്ട്, എന്നാലോ അതിനെ കുടിക്കാൻ, ദാഹം ശമിപ്പിക്കാനായി അതിൻ്റെ പിന്നിൽ വെള്ളമുണ്ട് താൻ. പലപ്പോഴും നമ്മൾ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മളുടെ അടുത്ത് എന്താണ് ഉള്ളത് എന്ന്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധം എന്നുള്ളത് ദുആ ആണ്. അള്ളാഹുവിനോട് അടുക്കാനും പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്താനും സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം. പ്രവാചകരുടെ ജീവിതം നമ്മൾ കൃത്യമായി പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ കൂടുതൽ ക്ഷമാശീലനായിരുന്നു. ആളുകൾക്ക് ഒരുപാട് ക്ഷമ പ്രദാനം ചെയ്യുന്ന ഒരാളായിരുന്നു പ്രവാചകരുടെ ഒരു പ്രശസ്തമായ ചരിത്ര ശകലമുണ്ട്. പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുചരരെയും ഒരുപാട് ബുദ്ധിമുട്ടുകയും ഈവൻ സഹാബികളിൽ നിന്ന് പല ആളുകളെയും വധിക്കുകയും ചെയ്ത സുമാമത്ത് ബിൻ ഉസാൽ എന്ന ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് വളരെ വിചിത്രമായൊരു ചരിത്രമാണ്. അദ്ദേഹത്തെ സ്വഹാബികളെല്ലാം പിടികൂടുകയും മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തെ കെട്ടിയിടുകയും ചെയ്തു. പ്രവാചകർ ആ സ്വഹാബിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അന്ന് അദ്ദേഹം സ്വഹാബിയല്ല, അദ്ദേഹത്തെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താണ് സുമാമ നിനക്ക് തോന്നുന്നത്? ആ സമയത്ത് സുമാമ പറഞ്ഞൊരു വാചകമുണ്ട്, മുഹമ്മദേ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമാണ് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ദിവസവും പ്രവാചകർ ഇതേ ചോദ്യം ആവർത്തിച്ചു, എന്താണ് സുമാമ നിനക്ക് തോന്നുന്നത്? മാ വന്നുക്കയാ സുമാമ അതേ ഉത്തരം വീണ്ടും ആവർത്തിച്ചു, മുഹമ്മദേ, ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് നിങ്ങളുടെ മുഖമാണ് എന്ന്. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ച സമയത്ത് പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരരോട് പറഞ്ഞു, സുമാമയെ ഇനി വെറുതെ വിട്ടേക്കൂ എന്ന്. ഇത് വളരെ ആശ്ചര്യത്തോടു കൂടി സുമാമ കണ്ടു നിൽക്കുകയാണ്, അനുഭവിക്കുകയാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിൽ നിന്നും ഇറങ്ങി തിരിച്ച് വീണ്ടും മദീനത്തെ പള്ളിയിലേക്ക് തന്നെ വന്ന് പ്രവാചകരോട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചകരെ, എനിക്കിപ്പോൾ ഈ ഭൂമി ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള മുഖം അങ്ങയുടെ മുഖമാണ് എന്ന്. ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, പ്രവാചകരുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ടാവുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് ആക്രമിക്കാൻ സാധിക്കുക? ഒരാൾക്ക് എങ്ങനെയാണ് മറ്റുള്ള തൻ്റെ സഹോദരനോട് ക്ഷമയില്ലാതെ ക്ഷമ കാണിക്കാതെ പെരുമാറാൻ സാധിക്കുക? അപ്പോൾ ഈ റമദാൻ നമ്മിലേക്ക് ആഗതമാവുമ്പോൾ ക്ഷമ എന്ന വലിയൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം എല്ലാവരും പ്രയത്നിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.